രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമക്കളെ, നമ്മളിന്ന് പുതിയൊരു പാഠത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് സാറിനറിയാം. 9ാമത്തെ പാഠം വരെയാണ് നിങ്ങൾ പഠിച്ചത്. ബഹുമാനപ്പെട്ട ജോബി സാറ് 9ാമത്തെ പാഠം സഭയും ലോകമതങ്ങളും ഇവയെക്കുറിച്ച് നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. വളരെ മനോഹരമായി സാറ് നിങ്ങൾക്കത് പറഞ്ഞു തന്നു. നിങ്ങളതിൽ സത്വാന്വേഷിയായ മനുഷ്യനെ കണ്ടു. മതവിശ്വാസങ്ങളുടെ ഉത്ഭവം നിങ്ങൾക്ക് മനസ്സിലായി. ലോകമതങ്ങളെ നിങ്ങൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം നമ്മൾക്ക് മറ്റു മതങ്ങളോടുള്ള സമീപനം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ 9ാമത്തെ പാഠത്തിൽ പഠിച്ചു. പ്രിയ കുട്ടികളെ, നമ്മളിന്ന് 10ാമത്തെ പാഠത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു പാഠത്തിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത്. നമ്മളുടെ 10ാമത്തെ പാഠം ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്നുള്ളതാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു വിഷയത്തിന് എന്ന് നിങ്ങൾക്കറിയാം. സാറ് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, 12ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 11 വർഷം പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളൊക്കെ നാളെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബോധ്യങ്ങൾ നൽകാൻ വേണ്ടിയാണ് ഈ ക്ലാസ്സുകളെ ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്നുള്ള പാഠമാണ്. ഈ പാഠം പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി ബോധ്യങ്ങൾ നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കണ്ണടച്ച് ഒരു നിമിഷം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്നുള്ള പാഠത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നല്ല മാധ്യമങ്ങളെയും നന്മകളെയും തിന്മകളെയും തിരിച്ചറിയാൻ ഉള്ള ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുട്ടികളെ, നമ്മൾക്കൊരു വചനത്തിലൂടെ ഈ പാഠത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13ാമത്തെ അധ്യായം 25 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾക്ക് ഒരു നിമിഷം ശ്രവിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ച് കടഞ്ഞു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ച് കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുത് കളഞ്ഞെന്ന് വരാം. കൊയ്ത്തുവരെ ഇവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ. അവ കെട്ടുകളാക്കി വെക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ കുട്ടികളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ ഇന്ന് കണ്ട ഈ വചനം നമ്മളോട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കളയെയും വിളയെയും തിരിച്ചറിയാനുള്ള ആ ഒരു ദർശനം നമ്മൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾക്കറിയാം, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പാഠവുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുള്ള ഒരു വചനമാണിന്ന്. മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥ മാധ്യമങ്ങളെ, നല്ല മാധ്യമങ്ങളെ ഒക്കെ തിരിച്ചറിയാനും മാധ്യമങ്ങളുടെ നന്മയെയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുമാണ് നമ്മളോട് ഈ വചനത്തിലൂടെ പറയുന്നത്. കളകളെയും വിളകളെയും തിരിച്ചറിഞ്ഞ് ആ കളകളെ നിർത്തേണ്ടിടത്ത് നിർത്താനും വിളകളെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാനും നമ്മളും നല്ല വിളകളായി വളരുവാനുമാണ് ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയ കുട്ടികളെ, നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് 3 പില്ലേഴ്സാണ് ഡെമോക്രസിയെ താങ്ങി നിർത്തുന്നത് എന്ന്. നമ്മൾക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് ലെജിസ്ലേറ്റീവ്, അതുപോലെ തന്നെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഈ 3 പില്ലേഴ്സാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ദർ ഈസ് വൺ മോർ പില്ലർ, ദർ ഈസ് എ 4th പില്ലർ, ദാറ്റ് ഈസ് മീഡിയ. ഒരു പില്ലർ കൂടിയുണ്ട് നമ്മുടെ ഡെമോക്രസിയെ താങ്ങി നിർത്തുന്നത്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറിനോടൊപ്പം തന്നെ ഉള്ള ഒരു മീഡിയയും ഒരു പില്ലറാണ്. അത്രമാത്രം പ്രാധാന്യം മാധ്യമങ്ങൾക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയിലുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങളെ തന്നെ നമ്മൾ പലപ്പോഴും ഒരു ട്രോജൻ കുതിരയാണോ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
മാധ്യമങ്ങൾ ഒരുപക്ഷെ ഒരു ട്രോജൻ കുതിരയാണോ എന്നൊക്കെ. ഡോണ്ട് ബി ഫൂൾ എന്നുള്ള ഒരു ക്യാപ്ഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രോജൻ കുതിര എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഒളിപ്രയോഗമാണ്, ചതിപ്രയോഗമാണ്. ഒരു പക്ഷേ നമ്മൾക്ക് മിഠായിയിൽ നല്ല മനോഹരമായ കടലാസിൽ പൊതിഞ്ഞു തരുന്ന മിഠായി പോലെയായിരിക്കും മാധ്യമങ്ങൾ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ പലപ്പോഴും അത് നമ്മളെ വഴിതെറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ട്രോജൻ കുതിരയോട് ഉപമിക്കുന്നത്. എന്താണ് ഈ ട്രോജൻ കുതിര? ഗ്രീക്കുകാരും അതുപോലെ തന്നെ ട്രോയിയും തമ്മിലുള്ള ഒരു യുദ്ധസമയത്ത് ഈ ഗ്രീക്കുകാർ എപ്പോഴും ഈ ട്രോയിയാണ് വിജയിച്ചു കൊണ്ടിരുന്നത്. ഗ്രീക്കുകാർക്ക് ഒരിക്കലും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. BC 1194 ഈ യുദ്ധം ആരംഭിക്കുന്നത്. ഏകദേശം 10 വർഷത്തോളം നീണ്ടു നിന്ന ഈ യുദ്ധത്തിൽ ഒരിക്കൽ പോലും ഗ്രീക്കുകാർ വിജയിച്ചിട്ടില്ല. അവസാനം അവർ കണ്ടെത്തിയൊരു മാർഗം ഒരു വലിയ മരക്കുതിരയുണ്ടാക്കി, ഭീമാകാരനായ ഒരു മരക്കുതിരയുണ്ടാക്കി. അതിനുള്ളിൽ ഗ്രീക്ക് ഭടന്മാർ ഒളിഞ്ഞിരുന്ന് ഈ ട്രോയ് നഗരത്തിൻ്റെ പുറത്ത് കൊണ്ട് ഈ കുതിരയെ കൊണ്ടുവച്ചു. ഈ ട്രോയ്ക്കാർ അവരോർത്തു ഈ കുതിര ഒരു സമ്മാനമാണെന്നോർത്ത് ആ കുതിരയെ രാത്രി അവരുടെ കോട്ടവാതിൽ പൊളിച്ച് അകത്തേക്ക് കടത്തുകയുണ്ടായി. രാത്രിയായപ്പോൾ ഈ കുതിരയ്ക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി ആ ട്രോയ് നഗരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് ചരിത്രം പറയുന്നത്. പ്രിയരെ, നമ്മൾ കാണുന്നതല്ല മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ മാധ്യമങ്ങളിൽ ഉള്ളിലെ നന്മ തിന്മകൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണം. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ മെയ് മാസം 16 തീയതി 2021 ലോക മാധ്യമ ദിനത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് കൊടുത്ത ഒരു വലിയ സന്ദേശം കം ആൻഡ് സീ എന്നുള്ളതാണ്. വരിക, കാണുക, വന്ന് കാണുക. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വചനമായിരുന്നു കം ആൻഡ് സീ. നിങ്ങൾ വരിക, കാണുക. കാണുക എന്നുള്ളതിന് വലിയ അർത്ഥങ്ങളുണ്ട്. കണ്ടാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കണം. കോൺവെർസേഷൻ വേണം, സംവദിക്കണം. ആ സംവേദനത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വ്യാഖ്യാനിക്കണം. ആ ഒരു പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മാനുവൽ ലൊസാനോ ഗാരിഡോ എന്ന് പറയുന്ന ആ ഒരു വാഴ്ത്തപ്പെട്ട ആ പുണ്യാത്മാവിൻ്റെ വചനങ്ങൾ കോട്ട് ചെയ്യുകയുണ്ടായി. ഈ വാഴ്ത്തപ്പെട്ട മാനുവൽ ലൊസാനോ ഗാരിഡോ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്പാനിഷ് ജേർണലിസ്റ്റ് ആയിരുന്നു. നമ്മൾക്ക് വേണമെങ്കിൽ ജേർണലിസ്റ്റുകളുടെ പാറ്റേൺ സെയിൻറ്റ് എന്ന് വേണമെങ്കിൽ ഈ മാനുവൽ ലൊസാനോയെ നമുക്ക് പറയാം. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെയാണ്: ആശ്ചര്യത്തോടെ കണ്ണുകൾ തുറന്ന് ചുറ്റുപാടും നോക്കുക. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ആശ്ചര്യത്തോടെ കണ്ണുകൾ തുറന്ന് ചുറ്റുപാടും നോക്കുക. നിങ്ങളുടെ കൈകൾ പുതുമയും ചൈതന്യവും സ്പർശിക്കട്ടെ. അതുവഴി മറ്റുള്ളവർ നിങ്ങൾ എഴുതുന്നത് വായിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിലെ അത്ഭുതങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നാണ് വാഴ്ത്തപ്പെട്ട മാനുവൽ ലൊസാനോ ഗാരിഡോ പറഞ്ഞത്. ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തുള്ള എല്ലാവരോടുമായി പറയുന്നത് കം ആൻഡ് സീ, വന്ന് കാണുക എന്നുള്ള ഈശോയുടെ വചനമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. പ്രിയരെ, അതുകൊണ്ട് മാധ്യമങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ, നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഈ മാധ്യമ വിസ്ഫോടനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല തിരഞ്ഞെടുപ്പുണ്ടാകുവാനും നമ്മളുടെ ബുദ്ധിവികാസം, നമ്മളുടെ കൂർമ്മ ബുദ്ധിയോടുകൂടി നമ്മളിതിനെ സമീപിക്കാനും നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താനും നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ് വന്ന് കാണുക എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരാഹ്വാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. പ്രിയ കുട്ടികളെ, ഈ മാധ്യമ വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമാണ്, ഡിജിറ്റൽ യുഗമാണിത്. ഡിജിറ്റൽ മീഡിയയും ഇൻ്റർനെറ്റും അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെയും ഒക്കെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കൂടുതൽ ജാഗരൂകർ ആയിരിക്കണം നമ്മൾ. ജാഗ്രതയോടുകൂടി വേണം നമ്മൾ ഇതിനെ സമീപിക്കാനെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ കുട്ടികളെ, മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 3 ലക്ഷ്യങ്ങളാണ് മാധ്യമങ്ങൾക്കുള്ളത്. 1 അറിവ് നൽകുക, 2 പഠിപ്പിക്കുക, 3 വിനോദിപ്പിക്കുക. ഞാനിത് കൂടുതൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലേ. മാധ്യമങ്ങൾ നമ്മൾക്ക് അറിവ് നൽകുന്നു. ഇന്ന് ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയതാണിപ്പോൾ. ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾക്കറിയാം മാധ്യമങ്ങളാണ് നമ്മൾക്ക് അറിവ് നൽകിയത്. നമ്മൾ സൂമിൻ്റെയും ഗൂഗിൾ മീറ്റിൻ്റെയും ഒക്കെ അനന്ത സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി നമ്മൾക്കറിയാം നമ്മൾക്ക് അറിവ് നൽകിയത് മാധ്യമങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാനും കേൾവിയുടെയും ഒക്കെ വലിയ വിഷ്വൽ മീഡിയയുടെയും ഒക്കെ രംഗത്തേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾക്ക് അറിവ് നൽകിയതും നമ്മളെ വളർത്തിയതും ഈ മാധ്യമങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ 2ാമത്തെ മാധ്യമത്തിൻ്റെ ലക്ഷ്യമാണ് പഠിപ്പിക്കുക എന്നുള്ളത്. അതും കൂടുതൽ സാറ് വിശദീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. പഠിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. നമ്മളുടെ നോളജ്, നമ്മളുടെ സ്കോളറൊക്കെ വളർത്തിയെടുക്കുന്നത് ഈ അറിവിലൂടെയാണ്. അങ്ങനെ മാധ്യമങ്ങൾക്ക് അറിവ് നൽകാനും നമ്മളെ പഠിപ്പിക്കാനുമുള്ള വലിയ കടമയും ബാധ്യതയുമുണ്ട്, അതുപോലെ തന്നെ സാധ്യതയുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സാധ്യതകൾ നല്ലതിനു വേണ്ടി മാത്രം വിനിയോഗിക്കുമ്പോഴാണ് നമ്മൾ നല്ല പൗരന്മാരായി വളരുന്നത്. 3ാമത്തെ മാധ്യമങ്ങളുടെ ലക്ഷ്യമാണ് വിനോദിപ്പിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പറഞ്ഞു തരണമെന്നില്ലല്ലേ. നമ്മൾക്കിന്ന് സിനിമ കാണാം, അതുപോലെ തന്നെ എൻ്റർടൈൻ പ്രോഗ്രാമുകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും.
അതുപോലെ തന്നെ വിനോദവും വിജ്ഞാനവും സ്പോർട്സും കളികളും എല്ലാം മാധ്യമങ്ങളിലൂടെയാണ് നിങ്ങളിന്ന് നമ്മളെല്ലാം ഇന്ന് അനുഭവിക്കുന്നത്. നമ്മളുടെ വിരസമായ സമയങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ ഹലൂസിനേഷൻ നമ്മളെ പിടിച്ചു കുലുക്കുമ്പോൾ നമ്മൾ പോയിരുന്ന് കുറച്ചു നേരം ഗെയിം കാണുകയും വിനോദ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നതും ഇതേ മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. പ്രിയകുട്ടികളെ, മാധ്യമങ്ങളുടെ ലക്ഷ്യം ഇത് തന്നെയാണ്: അറിവ് നൽകുക, നമ്മളുടെ അറിവിനെ വളർത്തിയെടുക്കുക. മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ വായനയിലൂടെയും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലും ഒക്കെ നമ്മൾക്ക് അറിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്, പഠിപ്പിക്കുക. മാധ്യമങ്ങൾ നമ്മൾക്ക് അറിവ് നൽകുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, ബൗദ്ധികമായി നമ്മളെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പം ഈ 3 ലക്ഷ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കണം. പ്രിയ കുട്ടികളെ, വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ പുസ്തകത്തിൽ നമ്മളോട് പറയുകയാണ്, മാധ്യമങ്ങൾ അറിവ് നൽകുന്നു, വിനോദിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ചില നിഷേധാത്മക നിലപാടുകളുമുണ്ട്. എന്താണ് ഈ മാധ്യമങ്ങളുടെ നിഷേധാത്മക നിലപാട് എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മളെപ്പോലും നിയന്ത്രിക്കുന്നത് ഈ മാധ്യമങ്ങളാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് പോലും നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളുടെയൊക്കെ കടിഞ്ഞാൺ ഒരു പക്ഷേ ഈ മാധ്യമങ്ങളിലൂടെയാണെന്ന് പറയാം. നമ്മൾക്കറിയാം, ഈ കച്ചവട താല്പര്യങ്ങൾ അതിരുവിടുമ്പോൾ അധാർമികത, അരാജകത്വം ഒക്കെ സമൂഹത്തിലുണ്ടാകും എന്ന് നമ്മൾക്കറിയാം. ഒരു സോഷ്യൽ ഡിസിൻറ്റിഗ്രേഷൻ നമ്മളുടെ സമൂഹത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് നമ്മൾക്കറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഭാഷ, വിശ്വാസം, നമ്മളുടെ ഭക്ഷണരീതി, ഞാൻ പറഞ്ഞു, വസ്ത്രം, ഇതിനെയൊക്കെ മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നു. ഫാഷൻ്റെ ഒരു മായാലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മളുടെ കീശയിൽ ഒതുങ്ങില്ലെങ്കിലും വില കൂടിയ വസ്ത്രങ്ങളും വസ്തുക്കളുമൊക്കെ മേടിക്കാനുള്ള നമ്മളുടെ ഒരു അഭിവാഞ്ചിയെ മാധ്യമങ്ങൾ ഉണർത്തുന്നു എന്നുള്ളതും ഈ മാധ്യമങ്ങളുടെ ഒരു നിഷേധാത്മക നിലപാടാണ്. അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വം, മൂല്യച്യുതി, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ പരസ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ലേ? അതൊക്കെ മാധ്യമങ്ങളുടെ ഒരു നിഷേധാത്മക സമീപനമാണ്. അത് നമ്മളുടെ സമൂഹത്തെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. അപ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മളെ വിനോദിപ്പിക്കുന്നത്, ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മൾക്ക് അറിവ് നൽകുന്നതെങ്കിലും ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചിന്തിക്കണമെന്നും എന്ത് ധരിക്കണമെന്നും എന്ത് ഭക്ഷണം കഴിക്കണമെന്നും എന്തൊക്കെ വാങ്ങണമെന്നും ഒക്കെ ചിന്തിക്കുന്നതും ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. ഈ മാധ്യമങ്ങളാണ് സമൂഹത്തെ അരാജകത്വത്തിലേക്കും, അല്ലെങ്കിൽ ഒരു പരിധിവരെ, എല്ലാ മാധ്യമങ്ങളും എന്നല്ല, എല്ലാ മാധ്യമങ്ങളിലുമുള്ള ചതിക്കുഴികൾ നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇന്ന് മാധ്യമ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയില്ലേ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അതൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ്. അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ട്. സത്യങ്ങളെ കണ്ടെത്താനുള്ള വ്യഗ്രതയോടുകൂടി എത്രയോ ദുർഘട പ്രതിസന്ധികളിലൊക്കെ മാധ്യമപ്രവർത്തകർ പോയതായി നമ്മൾക്കറിയാം. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, നമ്മളുടെ LTTയുടെ നേതാവായിരുന്ന പുലി പ്രഭാകരൻ്റെ ജാഫ്ന കാട്ടിൽ പോലും പോയി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തകരെ നമ്മൾക്കറിയാം. കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പട്ടാളക്കാരോടൊപ്പം തന്നെ നിന്ന് അതൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ഒത്തിരിയേറെ ലോകത്ത് നടക്കുന്ന അധാർമികതയും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഇന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പത്രപ്രവർത്തനം ഇന്ന് ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആർക്കൊക്കെയോ വേണ്ടി, എന്തെല്ലാമോ അജണ്ടകൾക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ വർത്തിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാറിന് നിവൃത്തിയില്ല. പ്രിയ കുട്ടികളെ, അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. നമ്മൾ കണ്ണുകൾ തുറന്ന് മാധ്യമങ്ങളെ കാണണം, അതിനെ അപഗ്രഥിക്കണം. വിളയും കളയും എന്നത് പറഞ്ഞതുപോലെ ഏതാണ് വിള ഏതാണ് കള എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകണം. അങ്ങനെ നല്ല ഒരു മാധ്യമ സംസ്കാരം നമ്മൾക്കുണ്ടാകണം. നമ്മളുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാനുള്ള ഒരു വേദികളായി മാധ്യമങ്ങളെ മാറ്റണം. നമ്മളുടെ വിശ്വാസം പ്രഘോഷിക്കാനും യേശുവിനെ പ്രഘോഷിക്കാനും ഒക്കെയുള്ള മാധ്യമങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ മാറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കളായി മാറുന്നത്. അതുകൊണ്ട് പ്രിയകുട്ടികളെ, നമ്മൾക്ക് കണ്ണ് തുറന്നിരിക്കാം എന്നാണ് സാറിന് ഈ അവസരത്തിൽ ഈ പാഠത്തിൻ്റെ 1-ാമത്തെ ഭാഗത്ത് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവായ ദൈവമേ, മാധ്യമങ്ങളുടെ ചതിക്കുഴികൾ മനസ്സിലാക്കുവാനും നല്ല മാധ്യമങ്ങളെയും ചീത്ത മാധ്യമത്തെയും തിരിച്ചറിയുവാനും വിവേചിക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, നിൻ്റെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുട്ടികളെ, ഈ പാഠം നമ്മൾക്ക് നൽകുന്ന ബോധ്യം എന്താണ് എന്ന് ചിന്തിക്കാം. ഈ പാഠം അപ്പാടെ നമ്മൾക്ക് നൽകുന്ന ബോധ്യമുണ്ട്. ഈ പാഠത്തിൻ്റെ പകുതി ഭാഗം പഠിച്ചപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ബോധ്യം ഇതാണ്: മാധ്യമങ്ങൾ വിനോദത്തിനും വിജ്ഞാനത്തിനും മാത്രമാകാതെ വിശ്വാസ പ്രഘോഷണത്തിനുള്ള വേദികളായി മാധ്യമങ്ങളെ നമ്മൾ മാറ്റുമ്പോൾ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമാസ്വാദനം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തും എന്ന് നമ്മൾക്ക് വിചാരിക്കാം. അതുകൊണ്ട് വിജ്ഞാനം വേണം, വിനോദം വേണം, അറിവ് ലഭിക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ വിശ്വാസത്തെയൊക്കെ പ്രഘോഷിക്കാനുള്ള വേദിയുമായി മാധ്യമങ്ങളെ മാറ്റണം എന്നുള്ളതും ഈ പാഠത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന
ഒരു ബോധ്യമാണ്. എന്തായിരിക്കണം നമ്മളുടെ മനോഭാവങ്ങൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ? മാധ്യമങ്ങളെ വിവേചിച്ചറിയുന്നതിനും ഉപയോഗിക്കുന്നതിനും ക്രൈസ്തവ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതിനും പ്രഘോഷിക്കാനും ഉപയുക്തമായ മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കണം. മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ രണ്ട് കണ്ണും തുറന്ന് എപ്പോഴും ഇരിക്കണം. നമ്മളുടെ ചെവികൾ കൂർപ്പിച്ചിരിക്കണം. മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കാനും നല്ലതിനെ തിരഞ്ഞെടുക്കാനും കളയും വിളയും ഏതാണെന്ന് തിരിച്ചറിയാനും ഉള്ള ആ ഒരു മനോഭാവവും നമ്മൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രിയ കുട്ടികളെ, ഇത് 3 ചോദ്യങ്ങളാണ് ഈ പാഠത്തിൻ്റെ പകുതി ഭാഗത്തുള്ളത്. ആ ചോദ്യങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് എഴുതി കൊടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി സാർ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾക്ക് കണ്ടുമുട്ടാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.